ഗുഡ് മോർണിംഗ്. ഇന്ന് വെയിൽ കാരണം എന്നെ കാണാനേ പറ്റുന്നില്ല. ഇന്ന് ഡേ 3, ഓൾസോ ദ ലാസ്റ്റ് ഡേ. ഞാനും DJയും Airbnb ചെക്കൗട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ചെക്കൗട്ട് ചെയ്തു ഓൾറെഡി. നമ്മളുടെ ട്രാഷ് നമ്മൾ തന്നെ കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രാഷ് കളയുന്ന സ്ഥലത്ത് പോയി ട്രാഷൊക്കെ കളഞ്ഞു. ഇന്നലത്തെ പോലെ തന്നെ രാവിലെ നല്ല സണ്ണിയാണ്, പക്ഷേ സെയിം ഫ്രോസ്റ്റ് ഉണ്ട്. ഇനി ഫ്രോസ്റ്റ് കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. DJയുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് സ്റ്റോറിക്ക് പോകും. ബാക്കി ഓൺ ദ വേ പ്ലാൻ ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ. DJ ഫൈനലായിട്ട് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെല്ലാം സാധനം എടുത്തില്ല, ക്ലീൻ ആക്കിയില്ല എന്നൊക്കെ. ചെക്കൗട്ട് ചെയ്യുമ്പം കീ എടുത്തിട്ട് നമ്മൾ തന്നെ ഈ ഒരു കീ ബോക്സ് ഉണ്ട്, ഇതിലിട്ടിട്ട് പോകണം. ഇവരാരും ബേസിക്കലി വരത്തൊന്നുമില്ല നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ. വെയിലല്ലേ? ഞാനും DJന്ന് ഗ്രേ ഡേ ആണല്ലേ DJ? തുടങ്ങാം. ഡേ 3 തുടങ്ങാം. ഫ്രണ്ടിനെ കാണാൻ എക്സൈറ്റഡ് ആണ്. ഇന്നലെ കണ്ടു. വെയിൽ കൂടുതലാണോ? ഇല്ല, പ്രശ്നമില്ല. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വണ്ടി കുത്തിക്കിട്ട്. എൻ്റെ പുതിയ ഷൂവാ. ഷൂവിൻ്റെ കളറും ടയറിൻ്റെ കളറും മാച്ചിങ്. നീയും വണ്ടി വേറെ എന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ നിനക്ക്? അങ്ങനെ വണ്ടി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെയും ഇൻ്റർലാക്കലിലേക്ക് പോയി. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം എനിക്ക് ഒട്ടും ഒച്ചയില്ല കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഇന്നെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഈ പോകുന്ന റൂട്ട് നിങ്ങൾ കണ്ടല്ലോ, എഗെയിൻ സണ്ണി ആൻഡ് ഭയങ്കര ഒരു ബ്ലൂയിഷ് ഇതായിരുന്നു. ഞങ്ങൾ എന്തായാലും ഇൻ്റർലാക്കനിൽ പോയിട്ട് നൗഫലിനെ പിക്ക് ചെയ്ത് ച്യൂറിക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതായിരുന്നു പ്ലാൻ. അപ്പം ഓൺ ദ വേ ഞങ്ങളൊരു അടിപൊളി സ്പോട്ട് കണ്ടു. അതായത് ഇവിടെ എല്ലാവരും വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു വ്യൂ പോയിൻ്റ് തപ്പിപ്പോയതാണ്. ഞങ്ങൾ നോക്കുമ്പം 2 മലയുടെ നടുക്കുള്ള താഴ്വാരം വാലി. അവിടെ കുറേയും ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ക്ലൗഡ് പോലെയുണ്ട് കാണാൻ വേണ്ടി. അപ്പം അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി താഴെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൻ്റെ മുകളിലാണ് ഈ കാണുന്ന ക്ലൗഡ് കിടക്കുന്നത്. വില്ലേജിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ അവരവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒബ്വാൽഡൻ എന്നാണ് പേര്. കണ്ടോ, ആ താഴെ കാണുന്ന കുഞ്ഞി ഒരു ലേക്കും അതിന് ചുറ്റുമുള്ളൊരു വില്ലേജും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം അവിടെ ഫോഗ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. അത് കണ്ട് നമുക്ക് കാണുക, അല്ലാണ്ട് വേറെ കൂടുതൽ ഫോട്ടോസിലൊന്നും അത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എഗെയിൻ ച്യൂറിക്കിലേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ബേസിക്കലി ഇന്നത്തെ ദിവസം എന്തൊക്കെ പ്ലാനിട്ടോ ഒന്നും നടക്കാണ്ട് പോയൊരു ഡേ ആയിരുന്നു. മൊത്തത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ, കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത ദിവസമായിരുന്നു ഇത്. ഞങ്ങൾ ഏകദേശം ച്യൂറിക്കിലെത്തി കേട്ടോ. ച്യൂറിക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് മുന്നോട്ടോട്ട് പോയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അതായത് ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആക്ച്വലി മ്യൂണിക്കിലുള്ള NVIDIAയുടെ ഓഫീസ് പോലെയുണ്ടെന്ന് DJ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എത്തിയ സ്ഥിതിക്ക് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി എത്യോപ്യൻ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി എത്യോപ്യൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ DJ ഇതുവരെ കഴിച്ചിട്ടില്ല. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ് ഭയങ്കര ഫേമസ് ആക്കിയ ഒരു വീഡിയോ ആണല്ലോ, ഒരു ഫുഡാണല്ലോ എത്യോപ്യൻ ഫുഡ്. ഇനി നൗഫൽ പറയാം, ച്യൂറിക്ക് എങ്ങനെയുണ്ട്? നമ്മള് എത്യോപ്യൻ ഫുഡ് ട്രൈ ചെയ്യാൻ വന്നു. ഭാവിയുണ്ട്. എടാ, ഫുഡ് റിവ്യൂ ചെയ്യാൻ ഞാൻ പറയാം കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങി പ്രോസ്റ്റൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഈ എത്യോപ്യൻ ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. ഒരു ദോശ പോലത്തെ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഡിഫറെൻറ്റ് കറീസ് അവരിടും. ഞങ്ങൾ എക്സ്ട്രാ ഒരു ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് നടുക്ക് കിടക്കുന്നത്. ഈ ദോശയ്ക്ക് അവർ പറയുന്നത് ഇഞ്ചര എന്നാണ്. ഇതുപോലത്തെ കുറേ ദോശ നമുക്ക് അവർ എക്സ്ട്രാ തരും. അത് കൂട്ടി ഈ കറികളും സാലഡ്സും ഒക്കെ കഴിക്കുക. ബേസിക്കലി അതാണ് സംഭവം. മോശമില്ലാത്ത ഫുഡായിരുന്നു. DJക്ക് ഇഷ്ടപ്പെട്ടു. ഇവന് എഗെയിൻ ഈ ഫുഡ് കഴിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് പറ. എന്താ കഴിച്ചേ? നടുക്ക് കിടക്കുന്ന ആ സംഭവമാണ് ചിക്കൻ. ആ ഒരു ഡാർക്ക് കളർ കണ്ടില്ലേ, അതാ നമ്മൾ ഓർഡർ ചെയ്ത മറ്റേ സാധനം. DJ ഇത് ഒരുമിച്ചായി. ഞാൻ ഫുഡ് ട്രൈ ചെയ്ത് നോക്കി, നല്ലതായിരുന്നു.
ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ആക്ച്വലി വലിയൊരു പ്രോബ്ലം സംഭവിച്ചു. അതായത് കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്ക് ആ സ്ഥലം ആക്സസ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് സൺഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ കുറേ കറങ്ങി വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പിന്നെ കാറിൽ നിന്ന് ആക്സസ് ചെയ്തത്. അപ്പോഴേക്കും ഫുൾ ടൈം പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്യൂറിക്കിലാണ് ഗൈസ്. സ്യൂറിക് സിറ്റിയുടെ സെൻറ്ററിലാണ്. നമ്മൾ സിറ്റിയൊക്കെ കുറച്ച് നടന്ന് കണ്ടു, ഒരു കോഫി വാങ്ങി. ഇനി തിരിച്ച് മ്യൂണിക്കിലോട്ട് പോകാൻ നമ്മൾ ഫ്രണ്ടിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. പിന്നെ കണ്ടല്ലോ എത്യോപ്യൻ ഫുഡ് കഴിച്ചു. ഡീജെ നിൽക്കടാ, എങ്ങനെയുണ്ട് സ്യൂറിക്കിന് പറ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു സത്യം പറഞ്ഞു. എനിവേയ്സ് ഞങ്ങൾ തിരിച്ച് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. എത്ര സമയമായി? 6:30 ഡ്രൈവിംഗ് ബാക്ക് ടു മ്യൂണിക്. സ്യൂറിക്കിൽ നിന്ന് മ്യൂണിക്കിലോട്ട് ഒരു 3-3.5 മണിക്കൂർ ഡ്രൈവാണ് ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഓസ്ട്രിയയിൽ കയറിയിട്ട് ഓസ്ട്രിയയിൽ നിന്നുമാണ് ജർമ്മനിലേക്ക് കയറുന്നത്. ഇത് ടോൾ കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് ഇതാണ് ബോർഡർ. സ്വിറ്റ്സർലാൻഡിൽ നിന്നും നമ്മൾ ഓസ്ട്രിയയിലേക്ക് കയറുന്നത്. ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയ. ആൻഡ് ഇവിടുന്ന് ഇവിടെ ആ കാണുന്ന കേട്ടോ ഓസ്ട്രിയയുടെ ഫ്ലാഗ്. അവിടുന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ജർമ്മൻ ബോർഡറിലേക്ക് കയറാൻ പറ്റും. ഞാൻ ഇതിപ്പോൾ വീഡിയോ ഇടുന്നത് മാർച്ചിലാണ്, പക്ഷേ ഇത് ഡിസംബറിൽ പോയതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇൻഫാക്റ്റ് സെയിം റൂട്ടിൽ കൂടെ ഞാനും ഡിജയും ഇന്നലെ ട്രാവൽ ചെയ്തോളൂ. ഞങ്ങൾ ഇന്നലെ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഈ സെയിം വഴിയാണ് വന്നത്. എനിക്കിപ്പം റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്നലെ പോയ സ്ഥലത്തോട്ട് വരുന്ന പോലെ തന്നെ തോന്നുന്നു. എന്തായാലും ജർമ്മൻ ഓട്ടോബാനിൽ കയറിയപ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമായി. നമ്മുടെ നാടെത്തി എന്നുള്ളൊരു തോന്നലല്ലേ അത്. അങ്ങനെ പോന്നു. പിന്നെ ഈ ട്രിപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റില്ല. സ്യൂറിക് ഞങ്ങളൊന്ന് നടന്ന് കണ്ടു. ഞങ്ങൾക്ക് റൈൻ ഫാൾസിൽ പോകണം, അതായത് ഒരു വാട്ടർഫോളാണ്, അവിടെ പോകണമെന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സ്യൂറിക്കിലത്തെ ആ ഒരു 1.5 മണിക്കൂറത്തെ ട്രാഫിക് ബ്ലോക്ക് കാരണം മൊത്തം പ്ലാൻ മാറ്റണം വന്നു. ബിക്കോസ് നമ്മൾ റൈൻ ഫാൾസിൽ പോയിട്ട് സൺസെറ്റൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാനില്ലല്ലോ. വിൻ്റർ ആണല്ലോ, സൺലൈറ്റ് ഇല്ലെന്ന് ഇപ്പം എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം സ്വിസ്സിൽ പോകുമ്പം ഞാൻ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഞങ്ങൾ 10 മണിയായപ്പോൾ മ്യൂണിക്കിലെത്തി. ഒരു തത്വ റെസ്റ്റോറൻറ്റിൽ ബിരിയാണിയൊക്കെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി. സന്തോഷം, സമാധാനം. ഡ്രൈവ് ചെയ്ത് മടുത്തോന്ന് ചോദിച്ചാൽ മടുത്തില്ല, പക്ഷേ നടുവൊക്കെ വേദനിക്കുന്നു അല്ലേ? എനിക്ക് നടുവേദനിക്കുന്നുണ്ട്, മുടിയൊക്കെ നീണ്ടു വളർന്നു. ഇനി മറ്റേ സംഭവം ഡിജെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ഇതായിരുന്നു അന്ന് ഫസ്റ്റ് ഡേ പറഞ്ഞ പ്രസൻറ്റ് അല്ലേ? താങ്ക് യു ഡിജെ. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇന്നലെ തന്നായിരുന്നു, ബട്ട് ഒന്ന് കോൺഫിഗർ ചെയ്തില്ല. എനിക്ക് ഇന്നലെ പെട്ടെന്നെല്ലാം കൂടി ചെയ്യാനുള്ളൊരു എനർജി ഇല്ലായിരുന്നു, പക്ഷെ കിട്ടി. എനിക്ക് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നോക്ക്, നമ്മുടെ ഹണിമൂൺ ഡേ 3 ആയിരുന്നു. പക്ഷേ നോക്ക്, മാരേജ് എക്സ്പേർട്സ് പറയുന്നത് ഹണിമൂൺ തീരരുതെന്നാ. ഒരു മാരീഡ് ലൈഫിൽ ഹണിമൂൺ ഫേസ് എപ്പോഴും ഉണ്ടാവണം. പണ്ടങ്ങണ്ട് കണ്ടോ? സോ ബേസിക്കലി നമ്മുടെ ഹണിമൂൺ ഇപ്പോൾ തീർന്നോ? അപ്പോൾ ഇത്രയും മതിയല്ലോ അല്ലേ ചളികളൊക്കെ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.